ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു പ്രഷർ കുക്കർ ഈസി മന്തി റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്ക് വളരെ ഈസിയായി എങ്ങനെ മന്തി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചിക്കൻ മന്തി ഉണ്ടാക്കാനായി ഞാനൊരു കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുക്കർ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. നമ്മുടെ സൺഫ്ലവർ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. 3 പട്ടയുടെ കഷ്ണം, 4 കഷ്ണം ഗ്രാമ്പ്, 5 ഏലക്ക, 20 കുരുമുളക്, 2 പിഞ്ച് പെരിഞ്ചീരകം. ഇതിലേക്ക് 3 സവാള നീളത്തിന് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 3 ടീസ്പൂൺ, ചെറിയൊരു ബ്രൗണിഷ് കളർ ആവുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 നാഴി വെള്ളമാണ് ചേർക്കുന്നത്. ഈ നാഴിയുടെ കണക്കിനാണ് ഞാൻ 3 നാഴി വെള്ളം ഈ സവാളയിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കനും കൂടെ വേണ്ടിയുള്ള ഉപ്പ് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചിക്കൻ ഇറക്കി വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കിലോ വരുന്ന ചിക്കനാണ് ഇതിനു വേണ്ടി എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ച് 2 ഫിസിൽ അടിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 2 ഫിസിൽ വേണം നമ്മൾ അടിക്കാൻ. നമ്മുടെ ചിക്കൻ ഇപ്പോൾ 2 ഫിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ എയർ മാക്സിമം അതിനകത്ത് നിന്ന് നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാം. ഞാനിവിടെ മന്തിക്കായി എടുത്തേക്കുന്നത് 3 നാഴി അരിയാണ്. 3 നാഴി അരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വെള്ളത്തിൽ നിന്നും അരി ഊറ്റിയെടുത്ത് വെച്ചേക്കുകയാണ്. ഇനി നമുക്ക് ഈ അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബാസ്മതി റൈസ് റോസ്റ്റ് ചെയ്യാനായി 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചേക്കുന്നത്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഊറ്റി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഈ അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ അരി റെഡി ആയിട്ടുണ്ട്. അരി ഇപ്പോൾ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഇതിൽ നിന്നെങ്കിൽ മാറ്റാം. അരി വേവിക്കാനായി ഞാൻ ചിക്കൻ വേവിച്ച വെള്ളം തന്നെയാണ് ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത്. ചിക്കൻ വേവിച്ചത് നമ്മൾ 3 നാഴി വെള്ളത്തിലാണ്. ചിക്കനിൽ നിന്നും 1 നാഴി വെള്ളം എക്സ്ട്രാ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 നാഴി വെള്ളവും കൂടെ ചേർത്താൽ മതി. ഞാനിവിടെ എടുത്തേക്കുന്നത് 3 നാഴി അരിയാണ്. 3 നാഴി അരിക്ക് 5.5 നാഴി വെള്ളമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാലൻസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പഴുത്ത തക്കാളി അത് പ്യൂരിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 7 പച്ചമുളകാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു ഉണക്ക നാരങ്ങയാണ് എടുത്തേക്കുന്നത്. ആ ഉണക്ക നാരങ്ങ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നാൽ മാത്രമേ നമ്മുടെ റൈസിന് ആ ഒരു മണം കിട്ടൂ. ഉണക്ക നാരങ്ങ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അത് നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം. ഇനി നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന അരി ഈ വെള്ളത്തിലേക്ക് ഇടാം.
ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. ഇത് ഓൾറെഡി ചിക്കനിലെ ഉപ്പ് ഇതിനകത്ത് കാണും, എന്നാലും നമ്മൾ ഉപ്പ് നോക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു ഫിസിൽ അടിച്ചതിന് ശേഷം രണ്ടാമത്തെ ഫിസിൽ അടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ നമുക്കൊന്ന് മസാല പുരട്ടിയെടുക്കാം. അതിനായി ഞാനിവിടെ എടുത്തേക്കുന്നത് 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറാണ്. പിന്നെ ആവശ്യമായ ഉപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ നമുക്ക് കുറവായിട്ട് തോന്നുന്നെങ്കിൽ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക. അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇവിടെ ചിക്കനൊക്കെ നമ്മൾ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയാൽ മാത്രം മതി. ഓൾറെഡി കുക്കായ ചിക്കനാണിത്. ബാക്കിയുള്ള 2 പീസും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചിക്കനും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. നമ്മുടെ അരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിയുടെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഒരു ചാർക്കോള് വെച്ച് കൊടുക്കാം. വേറൊന്നിനുമല്ല, ആ ഒരു മന്തിയുടെ ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ടാണ് ഞാൻ ചാർക്കോള് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പുക വരാനായിട്ട് ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പുകയോടെ തന്നെ ഈ കുക്കറൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ തീ ഇടേണ്ട ആവശ്യമില്ല. ഇതിലിരുന്ന് തന്നെ ഈ ഫ്ലേവർ ഈ ചിക്കനിലേക്കും ചോറിലേക്കും കിട്ടുന്നതാണ്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ചോറ് ഈ കുക്കറിൽ നിന്നും എടുക്കാവുന്നതാണ്. നമ്മുടെ മന്തിക്കകത്ത് ചാർക്കോളിൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മൾ ചാർക്കോൾ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചിക്കൻ മന്തി നമ്മളൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ഈസി ആയൊരു റെസിപ്പിയാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ ടേസ്റ്റി ആയൊരു മന്തി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.